നമസ്തേ. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രേവതി വിളക്ക് തെളിഞ്ഞു. ഇന്ന് പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ. ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളിലും നിലവിളക്കുകളിലും കൽവിളക്കുകളിലും മൺചിരാതുകളിലും സഹസ്രദീപങ്ങൾ തെളിയിച്ചു. ദേവീസ്തുതികളുമായി ക്ഷേത്ര നഗരത്തിലെത്തിയ ഭക്തർ രേവതി വിളക്ക് ദർശിച്ചു. പള്ളിവാളിന്റെയും കാൽച്ചിലമ്പിന്റെയും ധ്വനികളും ആത്മസമർപ്പണത്തിന്റെ ചുടുചോരയുമായി ചെമ്പട്ടെടുത്ത കോമരങ്ങളും പതിനായിരക്കണക്കിന് ഭക്തരുമാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ക്ഷേത്രനഗരിയെ ഭക്തിയിൽ ആറാടിച്ച് ഇന്ന് ഭക്തർ കാവുതീണ്ടും. ദ്രാവിഡ തനിമയാലും ഗോത്രാചാരങ്ങളാലും സമ്പന്നമായ ഭരണി ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണ് അശ്വതി കാവുതീണ്ടൽ. കോഴിക്കല്ല് മൂടൽ മുതൽ ക്ഷേത്രത്തിലെത്തി തമ്പടിച്ചിരിക്കുന്ന നാനാദേശങ്ങളിൽ നിന്നെത്തിയ ഭക്തസഹസ്രങ്ങൾ ഇന്ന് രാവിലെ മുതൽ ചെറു സംഘങ്ങളായി ക്ഷേത്രങ്ങളിലേക്ക് എത്തും. ഇവർ അവകാശത്തറകളിൽ സ്ഥാനം പിടിക്കും. കഠിനവ്രതം നോറ്റെത്തിയ കോമരക്കൂട്ടങ്ങളാലും മുളന്തണ്ടിൽ താളമിട്ടെത്തിയ ഭക്തരാലും ക്ഷേത്രാങ്കണം ഇതിനോടകം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഭക്തർ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ധാന്യങ്ങൾ പൊതികളിലാക്കി ദേവിക്ക് സമർപ്പിക്കും. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണി നാളിൽ ദേവിക്ക് വഴിപാട് വലിച്ചെറിയുകയാണ് ഇവിടെ ചെയ്യാറുള്ളത്. രാവിലെ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ കോട്ടക്കോവിലകത്ത് നിന്ന് പല്ലക്കിൽ എഴുന്നള്ളും. പുലിയ കാർണവർ രഘുവെള്ളോൻ ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. ഉച്ചയ്ക്ക് 1 മുൻപേ ക്ഷേത്ര നട അടയ്ക്കും. തുടർന്ന് തൃച്ചന്ദന ചാർത്ത് പൂജയ്ക്ക് തുടക്കം കുറിക്കും. ഈ സമയം ആദ്യം കാവ് തീണ്ടാൻ അവകാശമുള്ള പാലയ്ക്കവേലൻ ദേവിദാസൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലിയ തമ്പുരാൻ നൽകുന്ന അംശവടിയുമായി ക്ഷേത്രത്തിലെത്തും. ദേവിദാസൻ പടിഞ്ഞാറേ നടയിൽ പീഠമിട്ടിരിക്കും. 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതീവ രഹസ്യ വിധികളോടെയുള്ള തൃച്ചന്ദന ചാർത്ത് പൂജ അവകാശികളായവർ പൂർത്തിയാക്കി ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങും. ബലിക്കൽപുരയിൽ ഉപവിഷ്ടനാകുന്ന വലിയ തമ്പുരാനും പരിവാരങ്ങളും നിലപാട് തറയിലേക്ക് എഴുന്നള്ളും. ആയുധധാരികളായ പോലീസ് സംഘം ബഹുമതി നൽകി ആദരിക്കും. വലിയ തമ്പുരാന്റെ അനുമതിയോടെ നിലപാട് തറയിൽ കോയ്മ പട്ടുകുട ഉയർത്തുന്നതോടെ പാലയ്ക്കവേലൻ കാവുതീണ്ടും. തുടർന്ന് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടുകളിൽ ആഞ്ഞടിച്ചു തിരമാലകൾ പോലെ കടന്നുവരുന്ന ഭക്തർ കുരുമ്പക്കാവിനെ പ്രകമ്പനം കൊള്ളിച്ചു കാവുതീണ്ടും. ആരവത്തിന്റെ അകമ്പടിയോടെ ആയിരങ്ങൾ കാവുതീണ്ടാൻ വെമ്പി നിൽക്കുമ്പോൾ ആചാര പെരുമഴയുടെ പല്ലക്കിലേറി വലിയ തമ്പുരാൻ എഴുന്നള്ളും. ഭക്തിപ്രഹർഷം രൗദ്രഭാവം പൂണ്ടു നിൽക്കുമ്പോഴും അദൃശ്യമായ കരങ്ങളാൽ പിടിച്ചുകെട്ടിയ പോലെ അവകാശത്തറകളിൽ അക്ഷമയോടെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അശ്വതി കാവ് തീണ്ടണമെങ്കിൽ വലിയ തമ്പുരാന്റെ അനുമതി കൂടിയേ തീരൂ. കോട്ടക്കോവിലകത്ത് നിന്ന് അധികാര ചിഹ്നങ്ങളും ആടയാഭരണങ്ങളും തിളങ്ങുന്ന തലപ്പാവും ധരിച്ചാണ് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക. വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജയെ വാളും പരിചയമേന്തിയ ഇളം തലമുറ തമ്പുരാന്മാരും ഒന്നുകുറെ 1000 യോഗക്കാരും അകമ്പടി സേവിക്കും. എടമുക്ക് മൂപ്പന്മാരാണ് പല്ലക്ക് എഴുന്നള്ളിക്കുക. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് രാജകുടുംബത്തിന് ഭേദിക്കാനാകാത്ത ബന്ധമാണുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ക്ഷേത്രാചാരങ്ങളിൽ അവസാന വാക്ക് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാന്റേതാണ്. ഭരണി ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം മുതൽ അശ്വതി കാവുതീണ്ടലിന് അനുവാദം കൊടുക്കുന്നതുവരെ വലിയ തമ്പുരാന് മുഖ്യ പങ്കാണുള്ളത്. കുരുമ്പക്കാവിന് രൗദ്രത അലങ്കാരമാകുന്ന നിമിഷങ്ങളിൽ കൊടുങ്ങല്ലൂരമ്മ ഇന്ന് തൃച്ചന്ദനമണിയുന്ന ചടങ്ങുമുണ്ട്. ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നുവരുന്ന ദേവീസ്തുതികൾ തീർക്കുന്ന അലയൊലികൾ പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഭരണിക്കാവിൽ നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് തൃച്ചന്ദന ചാർത്ത്. കാളിയും ദാരികനുമായി ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ദാരികനെ നിഗ്രഹിച്ച് മുറിവേറ്റെത്തുന്ന ദേവിക്ക് നടത്തുന്ന ചികിത്സയാണത്രേ തൃച്ചന്ദന ചാർത്ത്. ബിഷഗുരനായ പാലക്കവേലന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ചികിത്സാരീതിയാണിതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ അവകാശികളായ കുന്നത്തുമഠം പരമേശ്വരനുണ്ണി അടികൾ, മഠത്തിൽ മഠം രവീന്ദ്രനാഥൻ അടികൾ എന്നിവരാണ് രഹസ്യ വിധികളോടെയുള്ള തൃച്ചന്ദന ചാർത്ത് നിർവഹിക്കുന്നത്. അശ്വതി നാളിൽ ഉഷപൂജയും പന്തീരടി പൂജയും ഉച്ചപൂജയും ദീപാരാധനയും അത്താഴപൂജയും കാലക്കൂട്ടി നിർവഹിച്ച് ശാന്തിക്കാരും മറ്റുള്ളവരും പുറത്തിറങ്ങും. തുടർന്ന് കഠിനമായ വ്രതം നോറ്റെത്തുന്ന അടികൾമാർ വലിയ തമ്പുരാനിൽ നിന്നും അനുമതി വാങ്ങും. തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് അടികൾമാർ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിക്കും. വരിക്കപ്ലാവിൽ തീർത്ത ദേവീ വിഗ്രഹത്തിലെ തിരുവാഭരണങ്ങൾ അഴിച്ചുമാറ്റി മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി ദേവീ വിഗ്രഹത്തിൽ തേക്കും. 3.5 മണിക്കൂർ നീണ്ട ശാക്തേയ പൂജയാണിത്. പൂജ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അടികൾമാർ കിഴക്കേ നടയിൽ ഉപവിഷ്ടനാകുന്ന വലിയ തമ്പുരാനെ കാണും. തുടർന്ന് വലിയ തമ്പുരാൻ അടികൾമാർക്കും മറ്റ് അനന്തരാവകാശികൾക്കും അധികാരദണ്ഡ് നൽകും. തുടർന്നാണ് അശ്വതി കാവുതീണ്ടൽ. പ്രസിദ്ധമായ ഭരണി ഉത്സവത്തിലെ അശ്വതി കാവുതീണ്ടൽ ദിനത്തിലാണ് വലിയ തമ്പുരാൻ കോടി നൽകുക.